നാട്ടെ കേസ് ഒഴിവാക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അറിയോ? ഞാൻ അവളെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവളെന്റെ വീട്ടിൽ വന്ന് കയറി ഇത്രയും എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇനി അവളെ വെറുതെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ ആണാറിട്ട് നടന്നിട്ട് കാര്യമല്ലല്ലോ. അവൾ എന്തിനാ മെയിനായിട്ട് എന്റെ വീട്ടിൽ വന്നത്? എന്റെ ഉമ്മാനി വാപ്പാനി എല്ലാം എന്റെ ചെറിയ മക്കളെ അടക്കം തെറി വിളിച്ചത്. ഹലോ, വെൽക്കം ബാക്ക്. ഷാജിദ ഷാജി ഷെരീഫ് വിഷയം എവിടെയും എത്തിയിട്ടില്ല. ഷാജിദാനെ പലരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈന്നൊരു രമാ മേഡം അങ്ങനെ പലരും വന്നിരുന്നു. ആരാ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ശരിക്കുള്ളതാണോ ഫേക്കാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നിട്ട് ഇത്ര കാലമായിട്ട് ഷാജിദാനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഷെരീഫ് വീണ്ടും വെല്ലുവിളിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഷെരീഫിൻ്റെ വെല്ലുവിളി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനിയും ഷാജിദാനെ ചൊടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ. അപ്പോൾ ഷെരീഫിൻ്റെ വെല്ലുവിളി എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ കണ്ടോക്കാം. തലേന്ന് പൊന്തിച്ച് നോക്കാത്തത് മജി മനുഷ്യന്മാരെ മൊത്തം നോക്ക്. അപ്പൊ അറിയാം അവർ ചിരിക്കുന്നതും പരിഹസിക്കുന്നതും എന്താണെന്നുള്ളത്. എന്തുകൊണ്ടറിയോ? നിന്റെ കയ്യിലിരിപ്പാ. നിന്നോടുള്ള പൊറുതിമുട്ട് കൊണ്ട് ഒരുത്ത കയറെടുത്ത് തൂങ്ങി മരിച്ചില്ലേ? നിന്റെ മക്കളുടെ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ചങ്ങായി, നിന്റെ കെട്ടിയാണെന്ന് പറഞ്ഞ ചങ്ങായി, അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങി മരിച്ചത്? നിന്നെയും കൊണ്ട് സഹി കിട്ടിട്ട് അല്ലെ? ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ മരണക്ക് എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കന്നെ വേണം. ഞാൻ എന്തായാലും അവളുടെ നാട്ടിലൊന്ന് പോകുന്നുണ്ട്. നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് ഏറെക്കുറെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടന്റും കൂടി ഇനി വരാനുണ്ട്. അവളുടെ നാട്ടിലത്തെ ഇന്റർവ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് വെറുതെ ഒന്നും അങ്ങനെ നിർത്തി പോകുന്നു വിചാരിക്കണ്ട. പൊന്നാര മകളെ എനിക്ക് ഇത്തിരി പറയാനോ അതല്ലെങ്കിൽ ഞാൻ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് വിഷയമില്ല. പക്ഷെ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യം ഞാൻ നടത്തിക്കണു. ഒന്ന്, എന്റെ മൊബൈല്, രണ്ട്, ഇജ് നിലനിടാതെ ഓടുന്നുള്ളത് അല്ലെ? അതെന്തായാലും നടക്കും, മറ്റാരേക്കാട്ടിലും നടക്കുറപ്പല്ലേ. അപ്പൊ ഇനി ആരെ എത്ര ലക്ഷം ഓഫർ ചെയ്താലും ഇനി എനിക്ക് എന്റെ വീട്ടിൽ വരാൻ ധൈര്യം ഉണ്ടാവില്ല എന്ന് എന്റെ വിചാരം. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് വന്ന് നോക്കോ. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഓടാനുള്ള അവസരം ചാൻസ് തന്നു. ഇനിയുണ്ടല്ലോ ആ മുറ്റ ഇഴഞ്ഞു പോകാനും കൂടി എനിക്ക് ഒരു ചാൻസ് കിട്ടൂല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കോ. ഇത് എന്റെ കണക്കിൽ വെല്ലുവിളിയാണ്. എടുത്തോ, വന്നോക്ക. അപ്പൊ അറിയാം എനിക്ക്. അപ്പൊ അങ്ങോട്ട് തിരില്ല. എനിക്ക് ഉറപ്പാണ് ഇനി അതിനുള്ള ഗഡിച്ചൊന്നും നടക്കില്ലാണ്. ഒന്നുകൊണ്ട് എന്റെ തൂറി വരകിക്കും. ഒരു ആവേശത്തിൽ എടുത്തിട്ട് വന്നതാ. ഇപ്പൊ എന്ത് ചെയ്യണം നാക്കിനെ കൊടുത്തല്ല അല്ലെ? നാട്ടിലും ഇനി ഷാജിദ ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുത്താലും ഷെരീഫിൻ്റെ വീട്ടിലേക്ക് ഇനി അവൾ ചെല്ലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെരീഫ് വെറുതെ വിടില്ല, നിലം തൊടിയിക്കില്ല, ഇഴഞ്ഞി പോണ്ടി വരും തന്നെയാണ് ഷെരീഫ് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഷാജിദാക്ക് ഇതൊന്നും ഒരു കൂസലില്ല. ഷാജിദിനെ മറുപടിയായിട്ട് ലൈവിൽ വന്നിട്ട് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അറിയുള്ളൂ അവൻ കിടന്ന് ചെലക്കട്ടെ. അവനിക്ക് വേറെ കണ്ടന്റ് കിട്ടാൻ വഴിയില്ല. കണ്ടന്റ് കിട്ടാണ്ടാവുമ്പോഴുള്ള നാറികൾക്കുള്ള പരിപാടികളാണ് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അവരെന്തെങ്കിലും തിരിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടന്റ് ആക്കി എടുത്തിട്ട് പിന്നെ അതൊരു 3-4 ദിവസം അത് വലിച്ചു നീട്ടില്ല അവരുടെ പരിപാടിയാണ്. അവൻ അവിടെ കിടന്ന് കുരയ്ക്കണ പട്ടി കടിക്കില്ല എന്നല്ലേ പറയാ. കുരയ്ക്കട്ടെ അവൻ കിടന്നിട്ട്. അവൻ എത്രത്തോളം കുരയ്ക്കും? അവനില്ലേ വായി പൊളിച്ചാന്നോണേ പറയുള്ളൂ. വായി പൊളിച്ചതോണ. പിന്നെ കുറെ ഡ്രസ്സിന്റെ കാര്യം. എടാ, എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് എൻ്റെ കെട്ടിയോനുള്ളപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീൻസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ള പ്ലേ ചെയ്തിട്ടുണ്ട്. നീ വലിയ പുണ്യാളൻ. പിന്നെ എൻ്റെ എനർജി തീർന്നു, എൻ്റെ അത് എടാ, എൻ്റെ എനർജി തീർന്നാലും പ്രശ്നമില്ല. നിന്റെ കെട്ടിയോളുടെ എനർജി തീരാണ്ട് നോക്കിക്കോ. നിന്റെ കെട്ടിയോളുടെ എനർജി തീർന്നാലാണ് നിനക്ക് പ്രശ്നം. എനിക്ക് പ്രശ്നം എന്ത്? എൻ്റെ എനർജി തീർന്നാലും തീർന്നില്ലെങ്കിൽ നിനക്ക് പ്രശ്നമില്ല. പിന്നെ അവന്റെ വീട്ടിൽ പോയതാണ് അവനിക്കിപ്പോൾ പ്രശ്നം. അവന്റെ വീട്ടിൽ പോയി എടാ നാറി, നീ എന്നല്ലടാ ലൈവ് ഇട്ടിട്ട് നീ പറഞ്ഞത് വാ എൻ്റെ വീട് മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണ്, എൻ്റെ വീട് ഇവിടെയാണ്, വാ വാ പറഞ്ഞിട്ട് കിടന്ന് ചലച്ചിട്ടുണ്ടായിരുന്നു നീ എന്നല്ലടാ. എന്നിട്ട് ഇപ്പൊ പിന്നെ എൻ്റെ കണ്ടന്റ് അല്ല, നമ്മളിങ്ങനെ ഫുഡ് കണ്ടന്റ് ഇടുന്ന എല്ലാവരെ പറ്റിയിട്ടാണ് ആറി പണ്ടും അങ്ങനെ തന്നെ പറയില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പറയില്ല. ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ അങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മളെ ചൊറിയാൻ വന്നിട്ട് നമ്മൾ കിടന്ന് മാന്തി കൊടുക്കാത്രേ ഉള്ളൂ. അതിന്റെ പേരിലാണ് നമ്മൾ ഇതാക്കിയത്. ഒന്നാമത് ഞാൻ എനിക്ക് വാങ്ങി. അവൻ വലിയ ആളായില്ല, അവൻ സ്റ്റേഷനിൽ ഇറങ്ങി പോയതല്ലേ. അവൻ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ വരാത്തത്? ഇതുവരെ എന്തുകൊണ്ട് അവൻ കംപ്ലൈന്റ് ചെയ്യാത്തത്? അവൻ ചെയ്തു എന്ത് ചെയ്തു അവൻ? പിന്നെ എൻ്റെ എനർജി തീർന്നു, ഞാൻ വീഡിയോ ഇടുന്നു. എടാ, അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ വീഡിയോ ഇടണ്ടേ, അല്ലെങ്കിൽ ലൈവ് വരണ്ടേ, വേറെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ എൻ്റെ കെട്ടിയവനാണോ? നീ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? എൻ്റെ കാര്യങ്ങൾ നിനക്ക് അന്തസ്സായി കെട്ടി തന്നിട്ടില്ല. ഒന്നിന് കെട്ടിയിട്ടുണ്ട്, 2 കുട്ടികളുണ്ട് അവിടെ ഉണ്ടല്ലോ. അവരുടെ വല്ല വഴിക്ക് നോക്കാൻ നിന്റെ പണി നോക്കിയിട്ട് നീ പോടാ. എന്തിനാടാ എന്നെ കിടന്നിട്ട് ചൊറിയാൻ നിൽക്കുന്നത്? ഞാൻ അവിടെ നിന്ന് കണ്ടു, ഇവിടുന്ന് കണ്ടു. ഓ, നീ കാണുമ്പോഴേക്കും അങ്ങനെ എന്നെ മൂക്കിൽ വലിച്ചു. എൻ്റെ മക്കളിനെ നീ കാണുമ്പോഴേക്കും അങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റി. പിന്നെ അതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ഇല്ല. മെയിൻ കണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോൾ വീണ്ടും പഴയ ആൾക്കാരനെ പ്രൊവോക്ക് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ അവർ റിയാക്ട് ചെയ്താൽ അതിനൊരു കണ്ടന്റ് ആക്കിയിട്ട് വീണ്ടും ഇടാലോ. അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെ കണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോൾ ഇടുന്ന വീഡിയോസുകളാണ് അത്. ഷാജിദ ലൈവിൽ വന്ന് നല്ല ചുട്ട മറുപടി തന്നെയാണ് ഷെരീഫിന് കൊടുക്കുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട് ഷാജിദക്ക്. ഷാജിദാനെ ഇന്ന് വരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് ഷാജിദ സംസാരിക്കുന്നത്.
ഷെരീഫ് എത്രത്തോളം ഇക്കാര്യത്തിൽ വിജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഷാജിദയാണോ ഷെരീഫാണോ വിജയിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.